സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒണാവധിയൊന്നും അവിടെ ബാധിക്കാത്തതുകൊണ്ട് 4-5 ദിവസത്തെ വാർത്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ദിവസങ്ങൾ കൊണ്ട് IDF ഗാസ സിറ്റിയിൽ വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട്. ഏകദേശം ഗാസ സിറ്റിയുടെ 30% IDFിൻ്റെ പിടിയിലായി എന്നാണ് കരുതപ്പെടുന്നത്. ഗാസ സിറ്റിയിലുള്ള 10 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ 1 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞു. ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞ് ഗാനി യൂനിസിലേക്കോ അതിനേക്കാൾ തെക്ക് ഭാഗത്തുള്ള മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റുകളിലേക്കോ മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഹമാസിന് തൻ്റെ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് അവസാനത്തെ വാണിംഗ് ആണ്. ഉടൻ വെടിനിർത്തൽ നടത്തി മുഴുവൻ ബന്ധികളെയും കൈമാറുക എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലാസ്റ്റ് വാണിംഗ്. അപ്പോൾ അതുകൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അതൊരു പാക്റ്റായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പാക്റ്റിലെ മുഴുവൻ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ബന്ദികളെയും കൈമാറണം എന്ന ഒരു ലാസ്റ്റ് വാണിംഗ് ആണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹം നൽകിയിട്ടുള്ള ലാസ്റ്റ് വാണിംഗിലെ ആ ഒരു പാക്ട് അത് ഇസ്രായേലിനെ കൊണ്ട് അദ്ദേഹം അംഗീകരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഹമാസ് അത് അംഗീകരിച്ചാൽ ഉടൻ തന്നെ വെടിനിർത്തൽ ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രോമിസ് വന്നിട്ടുള്ളത്. പറയുന്നത് ട്രംപ് ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ സമീപകാലത്തെ ചരിത്രം റെക്കോർഡ്സ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടും ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം താൻ അധികാരമേറ്റാൽ 3 ദിവസം കൊണ്ട് ഗാസ ചുട്ടുകരിച്ച് ഇവിടുത്തെ പ്രശ്നം അവസാനിപ്പിക്കും എന്ന വാക്കുകൾ കൊണ്ട് തുടങ്ങിയ അദ്ദേഹം പിന്നീട് അന്തർദേശീയ തലത്തിൽ നടത്തിയ വാഗ്വിലാസങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വാണിങ്ങിന് ഉള്ള വില എന്താണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് ആദ്യം ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പിൻവാങ്ങട്ടെ, അതിനുശേഷം മുഴുവൻ ബന്ദികളെയും കൈമാറാം എന്ന ഒരു നിലപാടാണ് അതിന്റെ മറുപടിയായി ഹമാസിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസ് കീഴടങ്ങുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം, അതായത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ള ഒരു ക്രൈറ്റീരിയൻ കൂടി ഇസ്രായേലെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ 2 ക്രൈറ്റീരിയനാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, മുഴുവൻ ബന്ദികളെയും കൈമാറുക, അത് ഡെഡ് ഓർ അലൈവ് അവരുടെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത് ആ നിലയ്ക്ക് മുഴുവൻ ബന്ദികളെയും കൈമാറുക. കൂടാതെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക, പരിപൂർണമായിട്ട് കീഴടങ്ങുക. നാളെ ഇനി ഹമാസിന്റെ ഭാഗത്ത് നിന്നും അന്ന് ഒക്ടോബർ 7, 2023 സംഭവിച്ചതുപോലത്തെ ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയില്ല എന്ന് അവർക്ക് ഉറപ്പിക്കത്തക്ക രീതിയിൽ, ഇസ്രായേലിന് ഉറപ്പിക്കത്തക്ക രീതിയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്പൂർണ്ണ കീഴടങ്ങലാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന 2 കണ്ടീഷനുകളിൽ ഒന്ന്. ഇത് രണ്ടും നിവൃത്തീകരിച്ചാൽ മാത്രമേ ഇസ്രായേലിന്റെ ഈ പ്രത്യാക്രമണം 2023 ഒക്ടോബർ 7 അവരെ ആക്രമിച്ചതിന് അവർ തുടങ്ങി വെച്ച പ്രത്യാക്രമണം അവർ നിർത്തുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പ്രത്യാക്രമണം ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഹമാസിന്റെ മുഴുവൻ ഭടന്മാരും, അവർക്ക് 40,000-40,000 ഭടന്മാരാണ് ഉണ്ടായിരുന്നത്. ഈ യുദ്ധം തുടങ്ങിയ 40,000 ഭടന്മാരും ഉണ്ടായിരിക്കാൻ സാധ്യത, അത് മൊത്തം തീർന്നു പോയിട്ടുണ്ടാവും. ഇപ്പോഴും അവർക്ക് 40,000 റിക്രൂട്ട്സ് ഉണ്ട്. പക്ഷെ അത് മരിക്കുന്നതിന് പകരം അവിടെ ആളുകളെ പുതുതായി റിക്രൂട്ട് ചെയ്യുന്നവരാണ്. അതിൽ 15 വയസ്സുള്ള കുട്ടികളടക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ എത്ര 40,000 തീർന്നു പോയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും ശരി, റിപ്പോർട്ടഡ് ആയിട്ടുള്ള മരണങ്ങളുടെ കണക്ക് ഗാസയിൽ 64,368 ഇന്നലെ വരെയുള്ള മരണങ്ങളുടെ കണക്ക്. 1,62,776 പേർ സീരിയസ്ലി വൂണ്ടഡ് ആണ്. സീരിയസ്ലി വൂണ്ടഡ് എന്ന് പറയുമ്പം അംഗഛേദം സംഭവിച്ചവരോ അല്ലെങ്കിൽ എഴുന്നേക്കാൻ വയ്യാത്ത വിധം പരിക്കേറ്റവരോ ആളുകളുടെ എണ്ണമാണ് ഇത്തരത്തിൽ പറയപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഗാസയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഹമാസ് പറയുന്നില്ല, ഞങ്ങൾ ഇസ്രായേൽ പട്ടാളം പരിപൂർണമായി പിൻവാങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഈ വെടിനിർത്തലിന് വഴങ്ങുകയുള്ളൂ എന്ന് പറയുന്നത്. ഈ ഗാസ സിറ്റി എന്ന് പറയുന്ന ഈ മൊത്തം ഗാസയുടെ 80%-ലധികവും ഇസ്രായേലിന്റെ കയ്യിലാണ്. പിന്നെ അവര് പിടിച്ചെടുക്കാനുള്ള 20% ഭാഗമാണ്, അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഗാസ സിറ്റി എന്ന് പറയുന്നത്. ആ ഗാസ സിറ്റി അവർ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്പറേഷന്റെ സമയത്ത് തന്നെ ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോകണം എന്ന ഒരു വാണിംഗ് അവർ നൽകിയിരുന്നു. ഗാനി യൂനിസിലേക്കും അതിനപ്പുറത്തുള്ള, അതായത് ഈ പറയുന്ന ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക്, ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിലേക്ക് അവർ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അവര് അങ്ങനെ ചെയ്യരുതെന്ന് ഹമാസ് അവരെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് അവിടെ നിങ്ങൾക്ക് താമസിക്കാനോ ഭക്ഷണത്തിനുള്ള യാതൊരു സൗകര്യവുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടേക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകും. ഇതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഭക്ഷണം എങ്കിലും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തുടരണം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന നിലയ്ക്കുള്ള ഒരു ഭീഷണിയാണ് ഹമാസ് ഇവരുടെ നേരെ ഉയർത്തുന്നത്. അപ്പൊ ആളുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാനുള്ള എല്ലാ ടെക്നിക്സും ഹമാസ് പ്രയോഗിക്കുന്നുണ്ട്. കാരണം ഹമാസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവൻ ഈ ഗാസ സിറ്റിയിലാണുള്ളത്. അതിന് അവർക്കൊരു ഹ്യൂമൻ കവർ വേണം.
ഒരു മനുഷ്യ കവചം വേണം. ആ മനുഷ്യ കവചം ഒഴിഞ്ഞു പോകാതിരിക്കാനുള്ള എല്ലാ ടെക്നിക്കും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആക്രമിക്കുമ്പോൾ മനുഷ്യ കവചത്തിന് പരിക്ക് പറ്റുന്നു, ഇപ്പോൾ കുട്ടികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു എന്നുള്ള വലിയ പ്രചരണം അവർ ഇന്റർനാഷണൽ മീഡിയയുടെ മുമ്പിൽ ഉയർത്തി. അതാണ് ഹമാസിന്റെ ആകെയുള്ള പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രതിരോധത്തെ എങ്ങനെ മറികടക്കാം? അവരാക്രമിക്കുന്നുണ്ട്, നിശ്ചയമായും സാധാരണക്കാർ ഹമാസിന്റെ കൂടെ കൊല്ലപ്പെടുന്നുണ്ട്. ഹമാസ് ഒരിക്കലും ചത്തതായിട്ട് പറയുകയില്ല, അവരുടെ ഒരു പോരാളി പോലും ചത്തതായിട്ട് അവർ അവകാശപ്പെടുകയില്ല. നേരെ മറിച്ച് എല്ലാ കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും മരിക്കുന്നത്, അത് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അൽ ജസീറ നോക്കി അറിയാം, ഇന്നലെ 63 പേരെ ഇസ്രായേൽക്കാർ കൊന്നു, പിന്നെ 68 പേരെ കൊന്നു. ഈ കൊന്നത് ആരെയാണെന്ന് പറയില്ല. ഈ കൊന്നതിൽ ബഹുഭൂരിഭാഗവും ഹമാസിന്റെ പോരാളികൾ എന്ന് പറയുന്ന 15 വയസ്സ് മുതൽ മേലോട്ടുള്ള ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, തോക്കേന്ത്യവരാണ്. കൂട്ടത്തിൽ അവർ ഹ്യൂമൻ ഷീൽഡായി വെച്ചിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ഇസ്രായേലോടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഹൈറൈസ് ബിൽഡിങ്സ് മുഴുവൻ തകർത്തുകളയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് കഴിഞ്ഞ 10 ദിവസം മുൻപ് ഇതിനെ കോമ്പാറ്റ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. കോമ്പാറ്റ് സോൺ എന്ന് പറഞ്ഞാൽ യുദ്ധമേഖലയാണ്. യുദ്ധമേഖലയിൽ എപ്പോഴും എന്തും സംഭവിക്കാം, അതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പൊ അത് പറഞ്ഞുകൊണ്ടുള്ള പാംഫ്ലെറ്റുകൾ അവർ ആ പ്രദേശം മുഴുവൻ വിമാനത്തിൽ നിന്ന് വിതറിയിരുന്നു. ഇപ്പോൾ ഓരോ ബിൽഡിങ്സിനായിട്ട് വാണിംഗ് കൊടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിക് ബോംബുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. നമ്മളെ കൊച്ചിയിലൊക്കെ ബിൽഡിംഗ് വീണതുപോലെ തന്നെയാണ് ഗാസയിലെയും ബിൽഡിങ്സ് വീഴുന്ന. ആളുകൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ ബിൽഡിങ്സിനെ കറക്റ്റായിട്ട് ബോംബുകൾ പ്ലാൻ ചെയ്തിട്ട് അത് ഒന്നിച്ച് എക്സ്പ്ലോഡ് ചെയ്ത ബിൽഡിംഗ് വെർട്ടിക്കലായിട്ട് താഴോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഫോടക വിദഗ്ധർ കൃത്യമായ സ്ഥലങ്ങളിൽ ബോംബ് പ്ലാൻ ചെയ്തതിനു ശേഷം അത് ഒന്നിച്ച് എക്സ്പ്ലോഡ് ചെയ്ത് ബിൽഡിംഗ് വെർട്ടിക്കലായിട്ട് താഴോട്ട് വരത്തക്ക രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പ്ലോഷനാണ് നടക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ഈ ഓരോ ബിൽഡിങ്ങിനെയും ചോട്ടിപ്പോയിട്ട് അവരുടെ ടെക്നീഷ്യൻസിന് ഇത് കൃത്യമായിട്ട് ബോംബുകൾ പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഹമാസിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്, ഏത് നിമിഷം ആക്രമിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ആളുകൾ പോവാതെ റോബോട്ട്സ് ആണ് ഈ പണി ചെയ്യുന്നത്. റോബോട്ട്സ് അവിടെ ചെന്ന് റോബോട്ട്സ് അത് വേണ്ട സ്ഥലങ്ങളിൽ ബോംബുകൾ പ്ലാൻ ചെയ്ത് അതിന്റെ ഇമേജസ് ഒക്കെ ഷെയർ ചെയ്ത് റോബോട്ടിക് ആയിട്ട് തന്നെയാണ് ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് ചെറിയൊരു സമയം മുൻപ്, അരമണിക്കൂർ മുൻപൊക്കെ വാണിംഗ് കൊടുക്കും, ഇത് എക്സ്പ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് എന്തായാലും അന്തം വിട്ട് ഓടും, കാരണം മരിക്കാൻ പോകാന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങി ഓടും. അങ്ങനെ ഓടുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഗാസ സിറ്റിയുടെ തൊട്ട് പുറത്ത് തന്നെ മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ടെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ടെന്റുകളിൽ താൽക്കാലികമായിട്ട് ആളുകൾക്കൊന്ന് പാർക്കാം. അപ്പോൾ അവിടെ വന്ന് പാർത്ത ആളുകളുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് CNN ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തുണി പോലും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഇവര് പാംപ്ലെറ്റ്സ് തരുമ്പോഴും അതുപോലെ റോബോട്ടിക് ആയിട്ടുള്ള മൈക്കുകൾ ഉപയോഗിച്ച് വാർണിംഗ്സ് തരുമ്പോഴും അവര് തരുന്നത് 30 മിനിറ്റാണ്. 30 മിനിറ്റിനുള്ളിൽ എക്സ്പ്ലോഷൻ നടക്കുന്നത് 30 മിനിറ്റുള്ള എക്സ്പ്ലോഷൻ നടക്കും. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഓടി രക്ഷപ്പെടുന്നതിനിടയിലൂടെ വസ്ത്രങ്ങൾ പോലും എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ താൽക്കാലിക മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റുകളിൽ എത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് ഉള്ള പിന്നെ റെക്കോർഡിങ്സ് ആയിട്ട് അവരിൽ നിന്നുള്ള അവരുടെ വായ്മൊഴിയായി എടുത്തിട്ടുള്ളത് റെക്കോർഡ് ചെയ്ത് CNN ഇട്ടിട്ടുണ്ട്, അൽ ജസീറയും ഇട്ടിട്ടുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് ശരിയായിട്ട് വിചാരിക്കാം. അപ്പം ഇസ്രായേൽ IDF പറയുന്നത് ഇവിടെ എത്തുന്ന ആളുകളെ അവരിവിടെ നിന്ന് ഗാനുവിനിസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റും, അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. സാധാരണക്കാർക്ക് ഫിൽട്ടർ ചെയ്തിട്ടാണ് നിശ്ചയമായിട്ടും ഇതിനകത്ത് ഹമാസിന്റെ ആളുകളുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ മൂവ്മെന്റ്സ് നടക്കുന്നത്. അതിനിടയിലൂടെ ഇയാൽ സമീറും ഇസ്രായേലിന്റെ സർവ്വസൈന്യാധിപനായിട്ട് ഇയാർ സമീറും നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഇത് വെറും സൃഷ്ടിക്കപ്പെട്ട ഒരു വാർത്തയാണ്, ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഇത് പിന്നെ ഹമാസ് ഒരു തരത്തിലും യുദ്ധവിരാമത്തിന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ലീക്ക് ചെയ്തൊരു വാർത്തയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇത് പറയപ്പെടുന്നത്. കാരണം ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുമ്പോൾ ഹമാസിന് ചെറിയൊരു പ്രതീക്ഷയായി. അപ്പോൾ ഇസ്രായേൽ കുറച്ച് താഴോട്ട് വരും. ഇവര് മുന്നോട്ട് വെച്ച 60 ദിവസത്തെ ട്രൂസിന് ഇസ്രായേൽ സമ്മതിക്കും എന്നൊരു പ്രതീക്ഷ അവരിൽ വീണ്ടും ഉണർത്തി നിർത്തുകയും അങ്ങനെ കീഴടങ്ങുന്നതിൽ നിന്ന് ഹമാസിനെ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇങ്ങനെ ഒരു വാർത്ത ലീക്ക് ചെയ്ത് വിട്ടതെന്നാണ് പറയുന്നത്. കാരണം ഹമാസ് കീഴടങ്ങിയാൽ പിന്നെ ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ പറ്റില്ല. ഹമാസ് ഇപ്പം ആയുധം വെച്ച് കീഴടങ്ങുകയാണെന്ന് വിചാരിക്കും. ആയുധം വെച്ച് കീഴടങ്ങുകയും മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷറിന് മുൻപിൽ വഴങ്ങി ഇസ്രായേലിന്റെ എല്ലാ ആക്രമണവും നിർത്തിവെക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഗാസ സിറ്റിയിലുള്ള ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവിടെ തന്നെ തുടരും. അത് വീണ്ടും അവർക്ക് പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച ആവശ്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഗാസ സിറ്റി കീഴടക്കുക എന്നുള്ളത് തന്നെയാണ്. കീഴടക്കി അവിടെ നിന്ന് ഹമാസിനെ ക്ലീൻ ചെയ്ത് പുറത്തെടുക്കുക അത് അവരുടെ ആവശ്യമാണ്. അപ്പൊ ഹമാസ് കീഴടങ്ങരുത്, ബന്ദികളെ തിരിച്ചു തന്നിട്ടാണെങ്കിൽ പോലും ഹമാസ് കീഴടങ്ങരുത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ താല്പര്യം. ആ ഒരു താല്പര്യത്തിന് വേണ്ടി
ഹമാസിന് പ്രതീക്ഷ കൊടുക്കാൻ, അതായത് ഇസ്രായേലിന്റെ മന്ത്രിസഭയിൽ സ്പ്ലിറ്റ് ഉണ്ട് എന്ന് വരുമ്പോൾ ഹമാസ് തങ്ങളുടെ ട്രൂസിന് ഒരുപക്ഷെ ഇസ്രായേൽ വഴങ്ങിയേക്കും എന്നൊരു പ്രതീക്ഷ ഹമാസിന് നൽകി അവരെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും യുദ്ധം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച് അവരുടെ അവസാനത്തെ ആളെ വരെ കൊന്നു തീർക്കുവാനുള്ള അവസരം ഇസ്രായേലിന് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ലീക്ക് ചെയ്ത് കൊണ്ടുവന്ന വാർത്തകളാണെന്നും ഇവിടെ ഓരോ തരം ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള വാർത്തകൾ അവർ സൃഷ്ടിക്കുകയും അത് വാർത്താമാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളത് ഒരു പുതിയ സംഗതിയല്ല. അപ്പൊ അത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയാണെന്ന് തന്നെ വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഇസ്രായേലിന് കൂടുതൽ ഊർജ്ജം നൽകിക്കൊണ്ട് ഹൂത്തികളുടെ ഒരു ഡ്രോൺ ഇസ്രായേലിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. ആ ഡ്രോണുകളിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ പെരിഫറിക്കുള്ളിൽ, ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ ഒരു ഡ്രോൺ പ്രവേശിക്കുന്നത്. പല ഡ്രോണുകൾ വന്നിരുന്നു, അതിനെയൊക്കെ വെടിവെച്ചിട്ടു. ഒരൊറ്റ ഡ്രോൺ ഉള്ളിൽ കിടക്കുകയും അത് റാമോൺ ഇന്റർനാഷണൽ എയർപോർട്ട്, ഈ അരിയാത്തിലുള്ള റെഡ് സീയുടെ അടുത്തുള്ള ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തൊരു മുനമ്പ് പോലെ റെഡ് സീയിൽ വന്ന് അവസാനിക്കുന്ന ആ ഭാഗത്താണ് ഈ റാമോൺ ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. എലിയാത്ത് എന്ന് പറയുന്ന ഇലാറ്റ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് ഇതുള്ളത്. അവിടെ ഒരു അറൈവൽ പാസഞ്ചർ ഹാളിലാണ് ഈ ഡ്രോൺ വന്ന് വീണത്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഇത്തരം ഡ്രോണുകൾ ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതുകൊണ്ട് സൈറൺ മുഴങ്ങും. അത് പോകുന്ന വഴിക്കെല്ലാം സൈറൺ മുഴക്കിക്കൊണ്ടാണ് പോവുക. അപ്പോൾ അതിന്റെ ഇസ്രായേലിന്റെ വടക്കേ അറ്റത്തോടൊക്കെയാണ് വരുന്നതെങ്കിൽ എൻ്റെ മുഴുവൻ രാജ്യത്തും സൈറൺ മുഴങ്ങും, ആളുകൾ മുഴുവൻ ബങ്കറിലേക്ക് ഓടും. പക്ഷെ ഈ ഒരു ഡ്രോൺ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറിയപ്പോൾ അത്ഭുതകരമായി ഒരു സൈറൺ പോലും മുഴങ്ങിയില്ല എന്നുള്ളതാണ്. അപ്പോൾ IDF ആദ്യത്തെ പരിശോധനയിൽ ഈ ഡ്രോൺ ഉള്ളിൽ കടന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഫ്രണ്ട്ലി ഡ്രോൺ ആയിട്ടാണ് അത് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. അതായത് ഇസ്രായേലിന്റെ തന്നെ ഒരു നിരീക്ഷണ വാഹനം എന്ന നിലയ്ക്കാണ് അത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തതുകൊണ്ട് വാണിംഗ് ഉണ്ടാവാതിരിക്കുകയും അതിനെ തിരിച്ചാക്രമിക്കാതിരിക്കുകയും ചെയ്തു. അപ്പൊ അത് എന്ത് തരത്തിലുള്ള ക്യാമഫ്ലാഷ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ കിടക്കുകയും ഈ എയർപോർട്ടിലെ അറൈവൽ പാസഞ്ചർ ഹാളിൽ വന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന, ജനാലകളൊക്കെ തകർന്നു പോയിട്ടുള്ള ഫോട്ടോസൊക്കെ പുറത്തു വരുന്നുണ്ട്. 2 പേർക്ക് മുറിവ് പറ്റിയെന്നാണ് CNN റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരാൾക്ക് മുറിവ് പറ്റിയെന്നാണ്. എന്തായാലും 2 പേരുടെയും ഇഞ്ചുറി ഹാർഡല്ല. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾ നിശ്ചയമായും ഇസ്രായേലിന് ഹമാസിനെ കൂടുതൽ ആക്രമിക്കാനുള്ള ഊർജ്ജം നൽകും എന്നുള്ളത് ഉറപ്പാണ്. ഹൂതിക്കുള്ള പണി കിട്ടിക്കോളും. പക്ഷേ ഈ പറയുന്ന ഹമാസിനെ പരിപൂർണമായും തീർക്കണമെന്നുള്ള അവരുടെ ആ ഒരു ബോധ്യം, ഉറപ്പ്, അത് കൂടുതൽ ഉറപ്പിച്ചു നൽകുവാൻ ഈ ഹൂതികളുടെ ആക്രമണം ഉപകരിക്കും എന്നാണ് മനസ്സിലാവുന്നത്.